എണ്ണയിൽ മുക്കി പൊരിക്കാതെ ആവിയിൽ വേവിച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയാക്കി എടുത്താലോ. ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ തോന്നൂല്ലേ, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 4 ഏലക്കായുടെ സീഡ്സ് ഇങ്ങനെ കുത്തിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് 2 നുള്ളു ഉപ്പാട്ട ചേർത്ത് കൊടുക്കുന്നത്. മധുരം ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് കേട്ടോ. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അത് 1 കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ചൊക്കെ ഒരു ലൂസ് ബാറ്ററിലായിട്ടല്ലേ ഇരിക്കുന്നത്. അതൊരു 10 മിനിറ്റൊക്കെ വെക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് അത് റവയൊക്കെ ഒന്ന് സോക്കായിട്ട് വരും. അതുവരെ ഒന്ന് നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുണ്ട്. അത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 3 പഴമാണ്. വലിയ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതി. ഇതൊരു മീഡിയം സൈസുള്ള ഒരു പഴമാണ്. അതൊരു 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കറുത്ത മുന്തിരിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ പഴത്തിൻ്റെയൊക്കെ ഒരു കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുമല്ലോ, അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്, നമ്മൾ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല റവയുടെ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അത് നന്നായിട്ട് തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഓവർ തിക്കായിട്ടുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാല് കൂടെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ റവക്കിട്ട അനുസരിച്ച് മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി കുഴപ്പമില്ല. അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, തേങ്ങ ചിരവിയതും കൂടെ ഉണ്ടെങ്കിൽ. എന്നിട്ട് നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഏത് പാത്രത്തിലാണോ ചെയ്തെടുക്കുന്നത് അതിൽ ചെയ്യാൻ ഇതുപോലെ ചെറിയ 3-4 ബൗളിലും ആക്കുന്നുണ്ട്. പിന്നെ ഒരു കേക്ക് ടിന്നിലും ചെയ്തെടുക്കുന്നത്. നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പ് കേക്കിൻ്റെ മോൾഡിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള പാത്രത്തിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ബാറ്റർ ഇതിലും ഒന്ന് നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു 4 ചെറിയ ബൗളിലും ഈ ഒരു കേക്ക് ടിന്നിലുമാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും നട്ട്സിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലാത്തിൻ്റെയും മുകളിൽ അതൊന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മളിത് കുക്കായിട്ട് വരുന്ന സമയത്ത് കാണാനും നല്ല ഭംഗിയുണ്ടാവും. എല്ലാം ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീമറിൽ. അപ്പോൾ ഇതിലേ വെച്ചിട്ട് നാവി കയറ്റണം. മറ്റേത് ഞാൻ ഓവനിലാട്ടോ സ്റ്റീം ചെയ്തെടുക്കുന്നത്. കൺവെൻഷൻ ഓവൻ ആയതുകൊണ്ട് സ്റ്റീം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലൊരു 4 മിനിറ്റാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. മറ്റേത് വേണമെങ്കിലും അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 4 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടാത്ത രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും ആയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആവി ഇതിലേക്ക് ഇറങ്ങുന്നുള്ള പേടിയുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ചിട്ട് ആവി കയറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കുക്കായി വന്നിട്ടുണ്ട്. ആവിയിൽ വേവിച്ചതാണെന്ന് വിചാരിച്ച് ടേസ്റ്റിന് ഒരു കുറവും ഇല്ല കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്